ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്ന ചാപ്റ്ററിലെ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മെൻഷൻ ദ വേരിയേഷൻ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് എലമെന്റ്സ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ് ഓഫ് ദി പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിലും പീരീഡിലും അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് ചേഞ്ച് ആണ് വരിക? ഇൻക്രീസ് ചെയ്യാണോ, ഡിക്രീസ് ചെയ്യുകയാണോ, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണോ? ഇതാണ് ചോദ്യം. ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു മക്കൾക്കറിയാം. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സെന്ററിലുള്ള ന്യൂക്ലിയസും വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല ഇവിടെ ഷീൽഡിംഗ് ഇഫക്റ്റും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസിന് വളരെ ടൈറ്റ് ആയിട്ട് ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. സോ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണിന് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് ചാടി പോവാൻ സാധിക്കും. സോ അയണൈസേഷൻ എൻതാൽപ്പി അവിടെ നമ്മൾ കുറവ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഗ്രൂപ്പിൽ താഴേക്ക് വരുന്തോറും എന്ത് സംഭവിക്കും? അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഇനി പീരീഡിൽ എന്താണ് സംഭവിക്കുക? പീരീഡിൽ ഷെല്ലിന്റെ എണ്ണം റിമൈൻസ് കോൺസ്റ്റന്റ്. ഷെല്ലുകളുടെ എണ്ണം സ്ഥിരമായിരിക്കും, കോൺസ്റ്റന്റ്, അത് മാറുന്നില്ല. സെക്കൻഡ് പീരീഡ് ആണെങ്കിൽ 2 ഷെല്ലാണ്, തേർഡ് പീരീഡ് ആണെങ്കിൽ എല്ലാവർക്കും 3 ഷെല്ലാണ്. ബട്ട് അവിടെ എന്താണ് സംഭവിക്കുക? നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അവിടെ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. +3, +4, +5, +6 എന്ന ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്താൽ സെന്ററിൽ നിൽക്കുന്ന ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ വളരെ ടൈറ്റ് ആയിട്ട് ഉള്ളിലേക്ക് ഹോൾഡ് ചെയ്യും, ഉള്ളിലേക്ക് വലിക്കും. സോ ആറ്റം അവിടെ കൺട്രാക്ട് ചെയ്യും, ചുരുങ്ങും. അതോടെ അറ്റോമിക് സൈസ് റിഡ്യൂസ് ചെയ്യും. സോ ന്യൂക്ലിയസിന്റെ അടുത്താണ് ഇലക്ട്രോൺസ്. അവിടെ നിന്ന് ഇലക്ട്രോണിനെ ചാടിച്ചു കൊണ്ടുപോവുക, പുറത്തേക്ക് കൊണ്ടുപോവുക, റിമൂവ് ചെയ്യുക ഡിഫിക്കൽട്ട് ആണ്. സോ നമ്മൾ അവിടെ ഒരുപാട് എനർജി യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്.